സർക്കുലറിലേക്ക് ചർച്ച വന്നതുകൊണ്ടാണ്, ജോസഫ് വാഴക്കൻ ഈ വിഷയം എടുത്തിട്ടതുകൊണ്ടാണ് ആ സർക്കുലറിലെ ഒരു വാചകം, ഇൻ വ്യൂ ഓഫ് ദ എബോ ഓൾ നെസസറി പ്രിക്കോഷണറി മെഷേഴ്സ് മേ ബി ടേക്കൻ ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ആൻഡ് അപ്രോപ്രിയേറ്റ് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് മേ ബി മേഡ് ടു പ്രിവെന്റ് എനി ഇൻസിഡന്റ്. ഈ ഒരു കാര്യം ആ സർക്കുലറിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 4 പാരഗ്രാഫുള്ള സർക്കുലറാണ്, മുഴുവൻ വായിക്കുവാൻ എന്തായാലും പറ്റുകയില്ല. മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത് ഈ സർക്കുലറിൽ കാര്യങ്ങൾ വ്യക്തമാണല്ലോ എന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് നിങ്ങൾ പറയുന്നു, മുഖ്യമന്ത്രി കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന്. മഞ്ജുഷ്, നമ്മൾ ഈ കാര്യം നേരത്തെ ചർച്ച ചെയ്താണെന്നാണ് എന്റെ ഓർമ്മ. പക്ഷേ ഇത് ചർച്ചയിലേക്ക് വരാൻ കാരണം മുഖ്യമന്ത്രി ഈ സർക്കുലർ പുറത്തുവിടട്ടെ എന്ന കാര്യം ആവശ്യപ്പെട്ടതനുസരിച്ച് അതല്ല ഈ സർക്കുലർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കിയത് കൊണ്ടാണ്. ശരിയാണ്, ഈ ഒരു സർക്കുലറിന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. അതെ അതെ, ആ സർക്കുലർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ 3-4 സംസ്ഥാനങ്ങളിലെ DGP-മാർക്ക് അയച്ചിട്ടുള്ള കേരളം, തമിഴ്നാട്, സാധാരണയായിട്ടുള്ള കർണാടകം ചീഫ് സെക്രട്ടറിമാർക്കും DGP-മാർക്കും അതെ 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 അത് സാധാരണഗതിയിൽ അയച്ചിട്ടുള്ള ഒരു സർക്കുലറാണ്. അതിൽ പറയുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ തീവ്രവാദ സംഘടനകളും മറ്റും അത് അവസരം മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നും അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താ? രഹന ഫാത്തിമയെയും ബിന്ദുവിനെയും കനകദുർഗയെയും പോലെയുള്ള ആളുകളെ, അല്ലെങ്കിൽ മനിതി സംഘത്തിനെ പോലുള്ള ആളുകളെ സുരക്ഷിതത്വം കൊടുത്ത് ആ വിശ്വാസങ്ങൾ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടി, ആചാരലംഘനം നടത്താൻ വേണ്ടി അതിനൊക്കെ കൂട്ടുനിൽക്കണമെന്നാണോ കേന്ദ്ര സർക്കാർ നിങ്ങളോട് ആവശ്യപ്പെട്ടത്? ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദൻ ഈ നിമിഷം വോട്ടെടുപ്പിന് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ വളരെ അഭിമാനപൂർവ്വം മാതൃഭൂമി ചാനൽ പറയുകയാണ്, ശരി ഞങ്ങൾ നടത്തി, സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കിയെന്ന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ മാതൃഭൂമി ചാനൽ ഇപ്പോൾ പരസ്യമായി സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കേരളത്തിലെ വിശ്വാസ സമൂഹം ഇത് കാണട്ടെ, മനസ്സിലാക്കട്ടെ. ഇവിടെ പിണറായി വിജയന്റെ സർക്കാർ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തോട് ചെയ്ത വഞ്ചന സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുള്ളതാണല്ലോ. അങ്ങനെയല്ല മഞ്ജുഷ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവർ താഴെ കീഴ്ഘടകങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അറിയോ മഞ്ജുഷിന്? ശബരിമലയെ കുറിച്ച് സംസാരിക്കരുത്, മിണ്ടരുത്, പരമാവധി ചർച്ചകളിൽ നിന്ന് ഒഴിവാകണമെന്നായിരുന്നു. ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അതിന് മറുപടി നൽകേണ്ട ബാധ്യതയുണ്ടല്ലോ. ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനത്തിൽ ശബരിമലയെ കുറിച്ച് മറുപടി നൽകിയിട്ടുണ്ട്. ഈ സർക്കുലറും അങ്ങനെയാണല്ലോ ആ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. അവരിപ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ കൂട്ടുപിടിച്ചത്. ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് വരുത്തി തീർക്കാനാണല്ലോ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ കൂട്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ ബഹുമാനായ ആനത്തലവട്ടം ആനന്ദന്റെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു, സംസ്ഥാന സർക്കാരിന്റെ മർക്കട മുഷ്ടിയിൽ ജനങ്ങളെ ലാത്തിച്ചാർജ് ചെയ്തുകൊണ്ടും അവരെ അടിച്ചൊതുക്കിക്കൊണ്ടും CPM തന്നെയാണ് ഇവിടെ ആചാരലംഘനം നടത്തിയത്. CPM-ന്റെ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ആചാരലംഘനം നടത്തിയതും വിശ്വാസികളെ വേദനിപ്പിച്ചതുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിലെന്തായാലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇരട്ട പൗരത്വം സംബന്ധിച്ച പ്രധാനമായിട്ടുള്ള ഒരു ചർച്ച ദേശീയ മാധ്യമങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അമേഠിയിൽ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി കൊടുത്തിട്ടുള്ള പരാതിയുടെ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത്, റിട്ടേണിംഗ് ഓഫീസർ ചോദിച്ച സമയത്ത് ഞങ്ങൾക്കത് വിശദീകരിക്കാൻ സമയം വേണമെന്ന വിചിത്രമായിട്ടുള്ള ഒരു ന്യായമാണ് രാഹുൽ ഗാന്ധിയുടെ അവിടുത്തെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളത്. അവിടെ ചോദിച്ചത് എന്താ, രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമുണ്ടോ? ഈ റൗൾ വിൻസി ആരാണ്? ബ്രിട്ടീഷ് പൗരനാണെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ലെങ്കിൽ ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ, ഞങ്ങൾക്ക് വിശദീകരിക്കാൻ സമയം വേണം എന്ന് എന്തിനാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്? അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉയരുകയാണ്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ക്ലീനായി പുറത്തു വരേണ്ടതുണ്ട്.